ഇവർ വിവാഹത്തിലായ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡില് ഒരു തൂക്കുപാലത്തിലൂടെ അജയും ഭൂമിയും നടക്കട്ടോ. നടന്ന് നടുക്കെത്തുമ്പോ അജയ് നിൽക്കും, ഭൂമി വയ്ക്കും എന്താ നിന്നത്. അജയ് പറയും, ശരിക്കും എന്റെ ജീവിതം തന്നെ നിന്നു പോയിരിക്കുക. ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് വയ്യ. എല്ലാവരും കൂടെ എന്നെ മരണത്തിലേക്ക് തള്ളിവിടണേ. എന്റെ നയന, അവളെ മറന്ന് അഞ്ജനയോടൊപ്പം ജീവിക്കാൻ എനിക്ക് വയ്യ. ഭൂമി അറിയും, സാറ് എന്തു പറഞ്ഞിട്ടും അവര് പിന്മാറുന്നില്ല. ഒടുവിൽ മുത്തശ്ശിയുടെ നിർബന്ധത്തിന് സാറ് വഴങ്ങിയില്ലേ. മോതിരം വീണ്ടും അഞ്ജന കൈവിരലിൽ ഇട്ട് തന്നില്ലേ. ഇനി ആ വിവാഹം നടന്നില്ലേ പറ്റൂ. അജയ് പറയും, മുത്തശ്ശിയാണ് ഞങ്ങൾക്കെല്ലാം. മുത്തശ്ശി ഞങ്ങളുടെ കൂടെ ഇല്ലാത്തൊരു ദിവസം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കൂടെ കഴിയില്ല. ഞാൻ കാരണം മുത്തശ്ശി പോയാലേ ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കാവുന്ന ഒരു വേദനയായി മാറും അത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല ഭൂമി. ഭൂമി അറിയും, മുത്തശ്ശിക്ക് വാക്ക് കൊടുത്ത് മുത്തശ്ശിയെ ഇപ്പൊ അവിടെ പിടിച്ചു നിർത്തി. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിൽ മുത്തശ്ശിക്കും മറ്റുള്ളവർക്കും അത് വിഷമാവില്ലേ. അത് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കില്ലേ. അജയ് പറയും, അതേക്കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. ചിന്തിച്ചാൽ അഞ്ജനയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടേണ്ടി വരും. ചിന്തിച്ചില്ലെങ്കിൽ അതൊരു ചതിയല്ലേ സർ. അജയ് പറയും, എല്ലാരും കൂടെ ചേർന്ന് എന്നെയല്ലേ ചതിച്ചത്. എന്റെ മനസ്സിൽ നയനയാണെന്ന് അറിഞ്ഞിട്ടും ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പലതവണ പറഞ്ഞിട്ടും എല്ലാവരും കൂടെ എന്നെ ഫോഴ്സ് ചെയ്തു. മനസ്സിന് ഇഷ്ടമല്ലാത്ത ഒരാളെ നിർബന്ധിച്ച് വിവാഹം കഴിച്ച ആ ജീവിതം പിന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോവോ. അതൊക്കെ അവർക്കും അറിയാവുന്നതല്ലേ. എന്നിട്ടും അവർ ഫോഴ്സ് ചെയ്യുന്നു. അഞ്ജനയുടെ സന്തോഷം അവർക്ക് വലുത്, എന്റെ സങ്കടം അവർക്കറിയില്ല. അവർ മനസ്സിലാക്കുന്നില്ല. എന്റെ നയനയെ മറന്ന് അഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് കഴിയില്ല. അതിൽ നിന്നും എനിക്ക് രക്ഷ നേടണം. അതിനാ ഭൂമിയുടെ ഹെൽപ്പ് ചോദിച്ചത്. ഭൂമി അറിയും, എന്റെ അമ്മയെ എനിക്ക് പുറത്തിറക്കണം. അതിനു വേണ്ടിയാ സാറിന്റെ ഭാര്യയായിട്ട് ഞാൻ ആക്ട് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ സാറിന്റെ വീട്ടുകാര് ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുമ്പോ എനിക്കെന്തോ ഇതിന് കൂട്ടു നിൽക്കാൻ ധൈര്യം വരുന്നില്ല. പ്രത്യേകിച്ചും മുത്തശ്ശിയെ വേദനിപ്പിക്കാൻ എനിക്കും കഴിയില്ല സർ. മാത്രമല്ല അവിടുത്തെ ആൾക്കാര് എന്നെ അവിടുത്തെ ഒരു അംഗത്തെ പോലെയാ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല. നമ്മുടെ സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷം ഈ ഭൂമിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ ഈ കല്യാണം നാടകത്തിനില്ല സർ. അജയ് അങ്ങനെ ഞെട്ടും. ഭൂമി, നിനക്ക് നിന്റെ അമ്മയെ പുറത്തിറക്കണ്ടേ? ഞാൻ സഹായിക്കാം. അഡ്വക്കേറ്റിന് കൊടുക്കേണ്ട ക്യാഷ് ഞാൻ തരാം. പ്ലീസ് ഭൂമി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഭൂമി അറിയും, അമ്മയുടെ കാര്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്നില്ല. എന്റെ അമ്മയെ പുറത്തിറക്കാനുള്ള ശ്രമം ഞാൻ തുടരും. എനിക്ക് മുന്നോട്ട് പോയേ മതിയാവൂ. എല്ലാ കടമ്പകളും കടന്ന് എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അജയ് പറയും, ഭൂമി പ്ലീസ്. അതിൽ ഭൂമി സോറി സർ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണേ. ഭൂമി എന്ന് അജയ് വിളിക്കുന്നുണ്ടെങ്കിലും ഭൂമി നിൽക്കാതെ പോകും. അങ്ങനെ രണ്ടാളും രണ്ടറ്റത്തേക്ക് നടന്നു പോവാ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പുതിയൊരു കഥാപാത്രത്തിനെ കേട്ടോ. ആള് ബുള്ളറ്റിൽ പറന്നു വന്നോണ്ടിരിക്കുക. നേരെ സൗഭാഗ്യപുരത്തെ വീടിന് മുന്നിൽ വന്ന് നിർത്തും. ശേഷം ഫോൺ എടുത്ത് അഞ്ജനേനെ വിളിക്കാട്ടോ. ആ റോയ് പറയൂ. റോയിക്കും, അഞ്ജന എവിടെയുള്ളത്? ഞാൻ വീട്ടിലുണ്ട്. നീ എവിടെയുള്ളത്? കറക്കൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയോ? ഞാൻ കറക്കം കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തി. ഇപ്പൊ നിന്റെ വീടിന്റെ മുന്നിലുണ്ട്. എന്റെ വീടിന്റെ മുന്നിലോ? റോയ് പറയും, അതെ. ഞെട്ടിയോ? താനിങ് വാ എന്ന് പറഞ്ഞ് കോള് കെട്ടേയും. അഞ്ജന ആകെ പേടിച്ചിട്ടാ വരുന്നത്. റോയ്, നീ എന്തിനാ വന്നത്? ആരെങ്കിലും കണ്ട പ്രശ്നമാവും. നീ പോ. റോയ് പറയും, മുറച്ചെറുക്കനായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? അഞ്ജന പറയും, ആ ഉറപ്പിച്ചു. അതിനെന്തപ്പോ നിനക്ക്? എത്ര പെട്ടെന്നാ നീ മാറിയതേ. നീ എന്നെ ഒഴിവാക്കിയില്ലേ? അഞ്ജന പറയും, നിന്നെ എന്നെ ഒഴിവാക്കാൻ പറ്റുമോ? എല്ലാം ഞാൻ പറയാം. നീ ഇപ്പൊ ചെല്ലേ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവും. എന്റെ കല്യാണം തന്നെ മുടങ്ങും. നീ ഇപ്പൊ പോ റോയ്. റോയ് പറയും, എന്നാലും നീ. അഞ്ജന പറയും, നമുക്കിന്ന് രാത്രി കാണാം. നീ ഇപ്പൊ ഒന്ന് പോ റോയ്, ഞാൻ നിന്നെ വിളിക്കാം. വീട്ടിലെല്ലാരും ഉണ്ട്, കണ്ടാ പ്രശ്നമാവും. അങ്ങനെ ഒരു വിധം പറഞ്ഞ അഞ്ജന റോയിനെ പറഞ്ഞയക്കും. അഞ്ജനയ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. വീട്ടിലേക്ക് കയറി പോവാൻ ആരെങ്കിലും കണ്ടോന്നറിയില്ലല്ലോ. അങ്ങനെ പേടിച്ച് പേടിച്ച് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ ഭൂമി LLB ഒരു അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ അടുത്തേക്ക് വന്നിരിക്കുക. എൻ്റെ അമ്മയുടെ കേസിന്റെ കാര്യത്തിന് ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഓ മനസ്സിലായി, അംബിക. ഭൂമി അറിയും, അതെ. എൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അമ്മയല്ല. എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിച്ചാൽ മതിയാവൂ. അപ്പൊ അഡ്വക്കേറ്റ് പറയും, ഭൂമി ഈ കേസ് അത്ര ഈസി അല്ല. ഇപ്പം നമ്മുടെ കയ്യിലെ അമ്മയെ തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാനുള്ള തെളിവില്ല. അതാണ് പ്രശ്നം. ഭൂമി അറിയും, തെളിവുകൾ കണ്ടെത്താൻ പറ്റും സാർ. സാറ് വിചാരിച്ചാൽ പറ്റും. എന്തെങ്കിലും ഒരു വഴി കാണില്ലേ? അഡ്വക്കേറ്റ് പറയും, ശ്രമിക്കാന്നല്ലാതെ ഉറപ്പ് പറയാൻ പറ്റില്ല ഭൂമി. സത്യത്തിൽ നമുക്ക് അനുകൂലമായ ഒരു വിധി നേടാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഭൂമി അറിയും, സാറിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇനി ആരെ സമീപിക്കും സാർ? ഭൂമിയുടെ അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ശക്തമായൊരു തെളിവ് വേണം. ഈ കേസിൽ ഇതുവരെ അത് ലഭിച്ചിട്ടില്ല. ഭൂമിക്കും, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് കരുതിയാണോ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാർ ആവശ്യപ്പെടുന്ന ഫീസ് ഞാൻ തരാം. സാർ ഈ കേസ് ഏറ്റെടുക്കണം. അഡ്വക്കേറ്റ് പറയും, കേസൊക്കെ ഏറ്റെടുക്കാം, പക്ഷെ അമ്മയെ പുറത്തിറക്കാൻ പറ്റുന്നേ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഭൂമി അറിയും, എനിക്ക് ഉറപ്പ് വേണം സാർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നല്ലേ നിയമം പറയുന്നത്? എന്റെ അമ്മയെ പുറത്തിറക്കാൻ പറ്റുന്ന ഉറപ്പ് തരുന്നൊരു അഡ്വക്കേറ്റിന് മാത്രം ഞാൻ ഈ കേസ് ഏൽപ്പിക്കൂ. അഡ്വക്കേറ്റ് പറയും, സോറി ഭൂമി, എനിക്ക് പ്രതീക്ഷയില്ല. താൻ വേറെ ആരെങ്കിലും നോക്ക് എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. ഭൂമി മനസ്സിൽ വിചാരിക്കും, നിരപരാധിത്വം തെളിയിച്ച് അമ്മയെ പുറത്തിറക്കണം. എനിക്ക് ക്യാഷ് കുറച്ചധികം വേണ്ടി വരും. എന്നാലും ഈ കേസ് ഉമ്മൻ കോശി സാറിനെ തന്നെ ഏൽപ്പിക്കാം.
ശേഷം പിന്നീട് കാണിക്കുന്നത് അജയും ആൽഫ്രഡും പുറത്തുനിന്ന് സംസാരിക്കട്ടോ. അജയ് പറയും ആ വഴി അടഞ്ഞു, അതിലിനി പ്രതീക്ഷയില്ല. ആൽഫ്രഡ് പറയും ആര് പറഞ്ഞു, നീ ഒന്നുകൂടെ അവളോട് സംസാരിക്കേ. അജയ് പറയും എന്തിനെ, പറ്റില്ലെന്ന് അവള് പറഞ്ഞു കഴിഞ്ഞില്ലേ. ആൽഫ്രഡ് പറയും എടാ ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോ അവള് പറ്റില്ലെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, പിന്നെ മാറ്റി പറഞ്ഞില്ലേ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള ചിന്ത അവളെ അലട്ടുന്നുണ്ടാവും. നിന്റെ സങ്കടം അഞ്ജനയുടെ സങ്കടത്തെക്കാൾ വലുതാണെന്ന് അറിയുമ്പോ അവളുടെ മനസ്സ് മാറും. നീ അവളോട് ഒന്നുകൂടെ സംസാരിക്കേ. അപ്പൊ അജയ് ഇങ്ങനെ നോക്കുമ്പോ ആൽഫ്രഡ് പറയും ഞാനോടുള്ള നിന്റെ സ്നേഹം, ഈ കാത്തിരിപ്പ്, നിന്റെ മനസ്സെല്ലാം കൂടുതൽ അറിയുമ്പോ അവളെ തീരുമാനം മാറ്റും. ഇന്ന് രാത്രി അവൾ ഒന്നുകൂടെ ആലോചിക്കും. നീ അവളോട് നാളെ ഒന്നുകൂടെ സംസാരിക്കേ. ഭൂമി സമ്മതിക്കും, എന്റെ മനസ്സ് പറയുന്നു. എനിക്ക് ഉറപ്പില്ല. ആൽഫ്രഡ് പറയും എനിക്ക് ഉറപ്പുണ്ട്. സമ്മതിച്ചു കഴിഞ്ഞാൽ വിവാഹം എവിടെ വെച്ച് നടത്തുന്നൊരു ചോദ്യമുണ്ട്. നിന്റെയും അഞ്ജനയുടെയും വിവാഹം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച്, അതേ മുഹൂർത്തത്തിൽ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടും. ഇത് നീ അവളോട് പറയണം. അജയ്ക്കും നീ എന്തേ ഈ പറയുന്നത്, വേറെ എവിടെയെങ്കിലും വെച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് ഭൂമിയെ കൂട്ടി വീട്ടിൽ പോവാം. അല്ലാണ്ട് നീ പറയുന്ന പോലെ. ആൽഫ്രഡ് പറയും എടാ ഞാൻ പറയുന്ന പോലെ ചെയ്താലേ വീട്ടുകാരും നാട്ടുകാരും കല്യാണം കഴിഞ്ഞു എന്ന് വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല. അജയ് പറയും വേണ്ടടാ, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അഞ്ജനയും വീട്ടുകാരും അപമാനിക്കപ്പെടും. അഞ്ജന എങ്ങനെ സഹിക്കും, ആകെ തളർന്നു പോവടാ. എന്റെ മുത്തശ്ശിയുടെയും വല്യമ്മാവന്റെയും അച്ഛന്റെയൊക്കെ മുന്നിൽ വെച്ച് അവരെയൊക്കെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ലടാ. അവരോടൊക്കെയുള്ള നിന്റെ സ്നേഹവും ബഹുമാനവും എനിക്കറിയാവുന്നല്ലേടാ. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. എങ്ങനെ ആ കല്യാണത്തിൽ നിന്നും പിന്മാറാം, മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിലെ ഭൂമി എങ്ങനെ വിവാഹം കഴിക്കണം, അത് മാത്രമായിരിക്കണം ചിന്ത. പിന്നെ അഞ്ജനയുടെ അവസ്ഥ, കണ്ണീര്, അതൊക്കെ അങ്ങ് വിട്. അവളെ കുറിച്ച് ഓർത്ത് ഒരു കുറ്റബോധവും വേണ്ട. നിന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടല്ല അവള് നിന്നെ കെട്ടാൻ തീരുമാനിച്ചത്. അതെന്തിനാന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഒരു സിമ്പതിയും തോന്നേണ്ട കാര്യമില്ല. അജയ് പറയും ഭൂമി പറ്റില്ലെന്ന് പറഞ്ഞു, പിന്നെ എന്തിനാ നമ്മൾ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആൽഫ്രഡ് പറയും അവള് സമ്മതിക്കും, നീ നാളെ ഒന്ന് സംസാരിക്കേ. അവള് സമ്മതിച്ച കല്യാണം ഞാനിപ്പൊ പറഞ്ഞതുപോലെ. ഓക്കെ, എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയില്ലടാ, ബാക്കിയെല്ലാം മറന്നേക്ക്. അജയ് നോക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അജയ് ഇങ്ങനെ റൂമിൽ ഇരിക്കട്ടോ. ആകെ പെട്ടെന്ന് അജയ് എന്ന് നാനെ വിളിക്കുന്ന പോലെ തോന്നാണേ. ചുറ്റിലും നോക്കുമ്പോ ആരുമില്ല. എന്നിട്ട് ചുമരിലുള്ള നാനയുടെ ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോ ആ ഫോട്ടോ അജയോട് സംസാരിക്കുന്ന പോലെ തോന്നാ. എന്നെ മറന്നു അല്ലേ അജയ്, നിനക്ക് എന്നെ വേണ്ടേ, നീ എന്താ എനിക്ക് വേണ്ടി കാത്തിരിക്കാത്തത്, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്. ത്രാസിൽ വെച്ച് അളന്നപ്പോ നിന്റെ ബന്ധം താഴ്ന്നു നിന്നു അല്ലെ, നമ്മുടെ പ്രണയത്തിനൊരു അർത്ഥമില്ല അല്ലെ. നിന്റെ ജീവിതയാത്ര ഏത് വഴിയിലൂടെയാണെന്ന് തീരുമാനിക്കാൻ നിനക്ക് അവകാശമില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ എന്നെ സ്നേഹിച്ചത്. ഇങ്ങനെയൊക്കെ ഞാനും ചോദിക്കുന്ന പോലെ അജയ്ക്ക് തോന്നാട്ടോ. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. ഭൂമിയും അജയും വീണ്ടും മറ്റൊരു സ്ഥലത്തൂടെ അങ്ങനെ നടന്നു പോവാട്ടോ, ഒരു ഡാമിന്റെ സൈഡിലൂടെ. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഭൂമി, മനസ്സിനകത്തേക്ക് ഈ നയന കടന്നു വരുന്നു. അവൾ എന്നെ ചോദ്യം ചെയ്യുന്ന പോലെ തോന്നി എനിക്ക്. എത്ര വൈകിയാലും ഞാൻ എങ്ങും പോവാതെ കാത്തിരിക്കുന്ന അവൾക്കറിയാം. ആ പ്രതീക്ഷയും ധൈര്യവും അവൾക്കുള്ളതുകൊണ്ട് അവളിങ്ങനെ എന്നെ പറ്റിച്ചു കളഞ്ഞത്. കവിതയുടെ ലോകത്തെ അമർന്നു കിടക്കുന്നത്. നയന വരുമല്ലേ. ഭൂമി ചോദിക്കുമ്പോ അജയ് പറയും വരും, ഉറപ്പായിട്ടും വരും. ഭൂമി പറയും പറഞ്ഞ് സാറിന്റെ നയന ഇപ്പോ എനിക്കോ ആരൊക്കെയോ ആണ്. ഒരു പെണ്ണിനെയും ഇങ്ങനെ ഒരാളെ പ്രണയിച്ചു കാണില്ല. എന്തൊരു മനസ്സാ സാറിൻ്റെത്, എന്തൊരു കാത്തിരിപ്പാണിത്. അജയ് പറയും എന്റെ നയനയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാൾ അത് നയനയാണ്. മറക്കാൻ പറ്റില്ല എനിക്ക്. അവളെ മനസ്സിൽ വെച്ച് എങ്ങനെ ഞാൻ അഞ്ജനയെ വിവാഹം കഴിക്കും. നയനെ കുറിച്ച് ആലോചിക്കുമ്പോ അതിന് മനസ്സ് വരുന്നില്ല. ഞാൻ പറഞ്ഞ് നയന ഭൂമിയുടെ ആരൊക്കെയോ ആയി എന്നല്ലേ പറഞ്ഞത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഭൂമിക്ക് ആരോടാ കൂടുതൽ സ്നേഹം, അഞ്ജനയോടാണോ അതോ നയനയോടാണോ. ഭൂമി അറിയും എന്ത് ചോദ്യം സാർ ഇത്, നാനയോടല്ലാതെ അഞ്ജനയോട് ഇഷ്ടം തോന്നോ. അജയ്ക്കും ഞാൻ നാനയെ വിവാഹം കഴിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം അതോ അഞ്ജനയെ വിവാഹം കഴിക്കുന്നതോ. ഒരു സംശയമില്ല, സാറ് നയനയെ വിവാഹം കഴിക്കുന്നതാ എനിക്കിഷ്ടം. അജയ് പറയും അപ്പൊ അഞ്ജനയുമായിട്ടുള്ള വിവാഹം നടക്കാൻ പാടില്ലല്ലോ അല്ലെ. പ്ലീസ് ഭൂമി, എന്റെ നയനയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നീ ഇതിന്റെ തീരുമാനം ഒന്ന് മാറ്റണം. അഞ്ജനയുടെ കണ്ണീര് കാണേണ്ടി വരുന്നു പറഞ്ഞല്ലേ നീ തീരുമാനം മാറ്റിയത്. എല്ലാവരും നിർബന്ധിച്ച് മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാ നയന തിരിച്ചു വന്നാ കരയേണ്ടി വരില്ലേ. അവരുടെ കണ്ണീര് കാണാൻ പറ്റുമോ. പ്ലീസ് ഭൂമി. ഭൂമി ആകെ പെട്ട അവസ്ഥയില് എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴും അജയ് പറയും നീ എന്നെ മനസ്സിലാക്കുന്ന കരുതിയത്. പ്ലീസ് ശരി, സാറ് പറഞ്ഞതുപോലെ ഈ വിവാഹ നാടകത്തിന് ഞാൻ കൂട്ടുനിൽക്കാം, സാറിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാം. അജയ്ക്ക് ഭയങ്കര സന്തോഷാവും. ഭൂമി പറയും നയനയ്ക്ക് വേണ്ടി പിന്നെ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അജയ് പറയും അപ്പൊ നമ്മുടെ വിവാഹം ഉറപ്പിച്ചു. ഭൂമി പറയും വിവാഹമല്ല, വിവാഹ നാടകം. അജയ് പറയും ദിവസവും മുഹൂർത്തമൊന്നും മാറുന്നില്ല. അഞ്ജനയുടെ എന്റെയും വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന അതേ ഓഡിറ്റോറിയം, അതേ മണ്ഡപം, നിശ്ചയിച്ച അതേ മുഹൂർത്തം. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. ഭൂമിക്കും അവിടെ മണ്ഡപത്തിലെ അഞ്ജന ഉണ്ടാവില്ലേ, നിങ്ങളുടെ കല്യാണത്തിന് കൂടാൻ വന്ന ആൾക്കാരുണ്ടാവില്ലേ, നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവില്ലേ. അജയ് പറയും എല്ലാവരും ഉണ്ടാവും, എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണം നമ്മുടെ വിവാഹം നടക്കാൻ. ഭൂമിക്കും അതിന്റെ ആവശ്യം എന്താ.
അജയ് പറയും എങ്കിലേ നമ്മൾ വിവാഹം കഴിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കൂ. ഭൂമി പറയും ഏയ് ഇതിന് ഞാനില്ല, ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. അജയ് പറയും ഭൂമി ഞാൻ പറഞ്ഞില്ലേ, എങ്കിലും ആളുകൾ വിശ്വസിക്കൂ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കൂ. ഭൂമി പറയും അങ്ങനെയൊന്നുമില്ല സർ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കാ, എന്റെ കഴുത്തിൽ താലിയൊന്നും കെട്ടണ്ട. കുറച്ചു നേരത്തെ നമ്മൾ വിവാഹിതരായിരുന്നു എന്നും ആരോടും പറയാതെ മറച്ചു വെച്ചതാണെന്നും പറയാം. അജയ് പറയും അതൊന്നും ആരും വിശ്വസിക്കില്ല ഭൂമി. ഭൂമി പറയും വിവാഹം ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്നമാണ്. അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഒരു പെൺകുട്ടി കതിർമണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ അതേ കതിർമണ്ഡപത്തിൽ വെച്ച് തന്റെ കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണുമ്പോൾ അവൾക്ക് എങ്ങനെ അത് സഹിക്കും? അതൊന്നും പറ്റില്ല, അവൾക്കത് വലിയ വേദനയായിരിക്കും. അഞ്ജനെ ഇങ്ങനെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ഞാനില്ല സർ, അവളോ എന്നെപ്പോലെ ഒരു പെണ്ണല്ലേ. അജയ് പറയും ഞാൻ പറയട്ടെ ഭൂമി, സാർ ഇനി ഒന്നും പറയണ്ട, നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരായി ആക്ട് ചെയ്യാനാ തീരുമാനിച്ചത്. ഇവിടെ ഒരു താലിക്ക് പോലും പ്രസക്തിയില്ല. വിവാഹ മണ്ഡപത്തിൽ വന്ന് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല സർ, ഞാനില്ല ഇതിന് എന്നിങ്ങനെ തറപ്പിച്ച് പറയുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. നെക്സ്റ്റ് പാർട്ടായിട്ട് ഉടൻ തന്നെ വരാം. റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്